തീവ്ര വലതുപക്ഷ ലഹള മുസ്ലിങ്ങളിൽ വിതച്ചത് ഭീതി. 92% പേരും പറയുന്നത് UK ജീവിതം സുരക്ഷിതമല്ല എന്ന്. സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ. ഹീത്രൂവിലെ ബോർഡർ ഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ 23 ദിവസത്തെ സമരം ഈ മാസം അവസാനത്തോടെ. ട്രെയിൻ ഡ്രൈവർമാരുടെ സമരം കൂടിയാകുമ്പോൾ യാത്രാ പ്രശ്നം സങ്കീർണമാകുമെന്നും റിപ്പോർട്ടുകൾ. ബന്ദിമോചനം. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എങ്കിൽ കരാറില്ല എന്ന് ഹമാസ്. ചർച്ച പൊളിയാൻ കാരണം ഇസ്രായേൽ. ബംഗ്ലാദേശ് സുരക്ഷാ സേന അനാവശ്യ ബലപ്രയോഗം നടത്തിയെന്ന് UN. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാമെന്ന് അമേരിക്കൻ കോടതി. അനീതിക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യം നിങ്ങളോടൊപ്പം. കേജ്രിവാളിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. 1710 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന പാലം മൂന്നാമതും തകർന്നു. ബീഹാറിൽ 4 ആഴ്ചക്കിടെ തകർന്നത് 15 പാലങ്ങൾ. ഹെൽമറ്റ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം തടയാനാകില്ല. കർണാടക ഹൈക്കോടതി. മോദിയുടെ പ്രസംഗം രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ MM ഹസൻ.